പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ജന്തർ മന്ദറിലെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിലും അയോധ്യ സംഭാവന തട്ടിപ്പിലും ചർച്ച ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധിക്കാനാണ് തീരുമാനം. ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്നലെ സഭയിലെത്തിയിരുന്നില്ല. ഇന്നും അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കും. FCRA ബില്ല് വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമോ എന്നതിലും അവ്യക്തത തുടരുകയാണ്. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്ന നിർദ്ദേശം പ്രതിപക്ഷം അംഗീകരിച്ചിട്ടില്ല. ഇന്നത്തെ ലോക്സഭാ അജണ്ടയിലോ JPCക്ക് വിടാനുള്ള ശുപാർശയിലോ FCRA ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ചർച്ച കൂടാതെ ശബ്ദ വോട്ടോടെ പാസാക്കിയ കേരളം ബില്ല് ഇന്ന് രാജ്യസഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ-ഡിസ്കിൽ നിന്നും കുടുംബശ്രീ പുറത്ത്. ഓഗസ്റ്റ് 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്ന സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസിഡർ സംവിധാനവും ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജറുടെ സേവനവും അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും കെ-ഡിസ്കിൽ നിന്നും കുടുംബശ്രീ പുറത്തായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കെ-ഡിസ്കിൽ നിന്ന് ഇപ്പോൾ കുടുംബശ്രീ പുറത്താകുകയാണ്. എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതി പൊളിച്ചെഴുതാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കെ-ഡിസ്ക് കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ജില്ലാ തലത്തിലുള്ള പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ട എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സംയുക്ത പദ്ധതിയായിരുന്നു എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന പദ്ധതി. കേരളത്തിലെ തൊഴിലില്ലായ്മ കുറയ്ക്കാനും ഇത്തരത്തിൽ തൊഴിൽ കണ്ടെത്താനും സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ സർക്കാർ ഇത്തരത്തിൽ ഈ കെ-ഡിസ്ക് എന്ന ഉയർത്തിക്കാട്ടിയിരുന്ന വളരെ അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമായാണ് കുടുംബശ്രീ ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നത്. അതിനായി എല്ലാ പഞ്ചായത്തുകളും കുടുംബശ്രീയുടെ കോർഡിനേറ്റർമാരുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി അംബാസിഡർ സംവിധാനവും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ കെ-ഡിസ്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തന്നെ അവരെ നിയന്ത്രിക്കുന്നതിന് ജില്ലാതല പ്രോഗ്രാം മാനേജർമാരുടെ സേവനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവയൊക്കെ നിർത്തുകയാണ് എന്നാണ് സർക്കാർ ഈ ഉത്തരവിലൂടെ പറയുന്നത്. ഫീൽഡ് സർവേ എടുത്ത് ആവശ്യമായ സഹായം ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതായത് ഏതൊക്കെ വീടുകളിൽ തൊഴിൽ രഹിതരുണ്ട് എന്നതടക്കമുള്ള സർവേ എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സഹായം നൽകുക എന്ന ചുമതല ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾക്കായിരുന്നു. ആ സേവനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിർത്തുകയാണ്. ഇനി സേവനം കെ-ഡിസ്കിന് കുടുംബശ്രീയുടെ സേവനം ആവശ്യമില്ല എന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി ഈ സേവനങ്ങൾ കുടുംബശ്രീ വഴി നൽകേണ്ടതില്ല. ഈ സംയുക്തമായി പോയിക്കൊണ്ടിരുന്ന ആ കരാർ അവസാനിപ്പിക്കുകയാണ് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 31 വരെ ആയിരിക്കും ഈ കരാർ ഇനി ഉണ്ടാവുക. ഓഗസ്റ്റ് 31 ശേഷം കുടുംബശ്രീ ഈ പദ്ധതിയുടെ ഭാഗമല്ലായിരിക്കുമെന്നും സർക്കാർ അറിയിക്കുന്നുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ഓഗസ്റ്റ് 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസിഡർ സംവിധാനവും ജില്ലാ തലത്തിലെ പ്രോഗ്രാം മാനേജറുടെ സേവനവുമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസ്. കണ്ണൂർ ചൊക്ലിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്ന ദീപാലേഖ കുഴഞ്ഞു വീണ് മരിച്ചതിൽ ആരോഗ്യമന്ത്രിക്ക് NGO യൂണിയൻ ഇന്ന് പരാതി നൽകും. യാതൊരുവിധ മാനുഷിക പരിഗണനയും നൽകാതെ നടത്തിയിട്ടുള്ള പെട്ടെന്നുള്ള സ്ഥലമാറ്റമാണ് ഇവരുടെ മരണത്തിന് കാരണമായതെന്നും ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പക്ഷാഘാതമാണ് ദീപയുടെ മരണകാരണമെന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലുണ്ടായ വാഹനാപകടത്തിൽ കാലിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ദീപയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് ഇവരെ മട്ടന്നൂരിലേക്കും പിന്നീട് പിണറായിയിലേക്കും സ്ഥലം മാറ്റിയതെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. 51 വയസ്സുള്ള ഇവർക്ക് കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നതിലുള്ള പ്രയാസങ്ങൾ അറിയിച്ചിട്ടും അധികൃതർ അവഗണിച്ചതായും രാഷ്ട്രീയ പ്രേരിതമായ പ്രതികാര നടപടിയായിരുന്നു സ്ഥലം മാറ്റമെന്നും ബന്ധുക്കൾ ആരോപിച്ചു.